മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളുടെ നോയിലുണ്ട്. ബ്രോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ? സുഖമായിട്ടിരിക്കുന്നു ബ്രോ. എല്ലാ കാര്യങ്ങളും നന്നായിട്ട്. അപ്പൊ എന്താണ് ഇപ്പോ സീസൺ തുടങ്ങി, ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒക്കെ കാണുന്നുണ്ട്. 2 സമനില. എന്താണ് പ്രശ്നം? അങ്ങനെ പ്രശ്നമെന്ന് പറയാൻ പറ്റത്തില്ല ബ്രോ. ഒരു പുതിയ ടീമാണ്, മാത്രമല്ല എംബാപ്പെ പോലെ പ്ലെയർ വന്ന് നമ്മുടെ സിസ്റ്റത്തിലൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ഈ സീസൺ തുടക്കത്തിലെ ഈ ഒരു സമനില കണ്ടിട്ട് ഞങ്ങളെ വിലയിരുത്താനായിട്ടില്ല. ഓക്കെ, അപ്പോ എന്താണ് പുള്ളി ഒരു സെന്റർ ഫോർവേഡ്? ഞാൻ വിചാരിച്ചു പുള്ളി ട്രഡീഷണൽ ആയിട്ട് ലെഫ്റ്റ് വിങ്ങിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എംബാപ്പയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, റൈറ്റ് വിങ്ങിൽ റോഡ്രിഗോ ഉണ്ട്. ബ്രോയുടെ അഭിപ്രായത്തില് എംബാപ്പിനെ സെന്റർ ഫോർവേഡ് ആയിട്ട് കളിപ്പിക്കുന്നതിനാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ? എംബാപ്പേനെ സെന്റർ ഫോർവേഡ് കളിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. പുള്ളിയെ ഒന്നുകിൽ ലെഫ്റ്റ് വിങ്ങിലോ റൈറ്റ് വിങ്ങിലോ കളിപ്പിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം. അല്ലെങ്കിൽ നമ്പർ 10 റോൾ ആണെങ്കിൽ പോലും പുള്ളിക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സെന്റർ ഫോർവേഡ് ആയിട്ട് കളിക്കുമ്പോൾ പുള്ളിയുടെ പല ആട്രിബ്യൂട്ട്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എംബാപ്പേനെ റൈറ്റ് വിങ്ങിലും വിനീഷ്യസിനെ ലെഫ്റ്റ് വിങ്ങിലും ഇട്ടിട്ട് എൻട്രിക്കിനെ പിടിച്ച് സെന്റർ ഫോർവേഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നിയിട്ടുണ്ട്. എൻട്രിക്കിന്റെ ഒരു മൂവ്മെന്റ് കണ്ടറിയാം, പുള്ളിക്ക് ഒരു സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ് ഉണ്ട്. ആ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു ഐഡിയ വേണ്ട. എവിടാണ് പന്ത് വരാൻ സാധ്യതയുള്ളത്, എവിടാണ് ഹെഡിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, പുള്ളിക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. പുള്ളിയെ കൊണ്ടിട്ടാൽ കുറച്ചുകൂടെ ഒരു ബാലൻസ് ടീമിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് റോഡ്രിഗോയെ ഒഴിവാക്കാൻ പറ്റത്തുമില്ല. കാരണം പുള്ളിക്കാണെങ്കിൽ നല്ല ടാലന്റ് ഉണ്ട്. പുള്ളിയാണെങ്കിൽ റയലിന് വേണ്ടി ഒരുപാട് കളി ഇമ്പോർട്ടന്റ് ആയ ഗോളുകൾ അടിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്ലെയറിനെ നമുക്ക് ചുമ്മാ കയറി അങ്ങ് ടീമിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതുമില്ല. അപ്പം കുറച്ചൊരു ഡിലേമേലാണ്. പിന്നെ നമുക്ക് ഉണ്ട് ഇഷ്ടംപോലെ മാച്ചസ് ഉണ്ട്. അപ്പൊ നമുക്ക് പല രീതിയിൽ ട്രൈ ചെയ്യാൻ പറ്റും. സീസൺ തുടക്കത്തിൽ മുന്നിൽ നിൽക്കുന്നതിനേക്കാൾ സീസൺ അവസാനം മുന്നിൽ നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം. അതെ, അപ്പോ ഞാൻ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് റഹീം ഡിയാസിനെ കുറിച്ചിട്ടാണ്. പുള്ളിനെ റൈറ്റ് വിങ്ങിൽ ഒരു ഓപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് കൊടുത്ത ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് ആണെന്ന് പറയണം. പക്ഷെ വളരെ യങ് ആയിട്ടുള്ള പ്ലെയർ ആണ്. ഇപ്പൊ ആൻസലോട്ടിയുടെ സിസ്റ്റത്തിൽ പുള്ളിയുടെ ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് യൂസ് ചെയ്യാനാണ് കൂടുതൽ ഒരു പരിപാടി. കാരണം പുള്ളിക്ക് അധികം ഓപ്ഷൻ കിട്ടുന്നില്ല. ഒരു ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഒക്കെയാണ് പുള്ളി വരുന്നത്. പുള്ളിയെ അങ്ങനെ ഉപയോഗിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. എനിക്ക് തോന്നുന്നു ആ മൂന്നാമത്തെ മാച്ച് ലാസ് പാമാസുമായിട്ടുള്ള മാച്ചാണെന്ന് തോന്നുന്നു. അതിൽ പുള്ളിയെ നമ്മൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കിയിരുന്നു. അപ്പം ആ മാച്ചിൽ പുള്ളിക്ക് കാര്യമായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. പുള്ളിയെ ഹാഫ് ടൈം ആയപ്പോഴേ നമ്മൾ പിൻവലിച്ചു. എനിക്ക് തോന്നുന്നു പുള്ളിയെ നമ്മളൊരു ഇമ്പാക്ട് സബ്ബായിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം മറ്റ് പ്ലേയേഴ്സ് ഒക്കെ ടയർഡായി നിൽക്കുന്ന സമയത്ത് പുള്ളി ഇറക്കി വിട്ടാൽ പുള്ളിയുടെ ആ സ്കില്ലും മറ്റ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗോൾ കണ്ടെത്തി തരാൻ പറ്റും. പുള്ളിയെ പക്ഷേ മെയിൻ ഇലവനിൽ ഇറക്കി കഴിഞ്ഞാൽ അത്രയും പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം മറ്റ് പ്ലേയേഴ്സ് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിരിക്കും. അവര് കുറച്ചുകൂടെ എനർജി കളിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് പുള്ളിക്ക് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പോ പിന്നെ പുള്ളിക്ക് ഒരു നമ്പർ 10 ആണ്. അപ്പം അങ്ങനെ ഒരു നമ്പർ 10 റോളിൽ കളിക്കുന്ന ഒരു പ്ലെയർ റൈറ്റ് വിങ്ങിലേക്ക് പോകുമ്പോൾ പുള്ളിക്ക് അതിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാലും പുള്ളി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി ഒരു ഗംഭീര പ്ലെയർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു റയലിലായതുകൊണ്ടാണ്, വേറെ ലോകത്ത് ഏത് ടീമിലാണെങ്കിലും പുള്ളി സ്ഥിരമായിട്ട് സ്റ്റാർട്ടിംഗ് ലെവൽ ഇറങ്ങേണ്ട ഒരു പ്ലെയർ. അത്രയും ക്വാളിറ്റി ഉണ്ട്. ശരിയാണ്. ഇപ്പൊ ഞാൻ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ മോഡ്രിച്ച് അവിടെ ഇപ്പോഴും നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു പ്ലെയർ ആയിട്ടാണ്. ഇപ്പൊ ക്രൂസ് പോയിന്റ് ഒരു പ്രശ്നമുണ്ട്. പക്ഷേ യങ്സ്റ്റേഴ്സ് നോക്കുമ്പോൾ കാമവിംഗ എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡിൽ കളിക്കാം, വേണേൽ ഡിഫൻസിൽ കളിക്കാം, ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാം. പുള്ളി ഒരു എന്താ പറയുക മൾട്ടിപ്പിൾ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷേ മിഡ്ഫീൽഡിൽ ചില സമയത്തൊക്കെ നോക്കുമ്പോൾ ഒരു ഡിസ്ട്രോയർ റോളില് ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. എസ്പെഷ്യലി ലാസ്റ്റ് സീസണിൽ ചില മത്സരങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോ എന്തായാലും ഈ സീസണിൽ കളിക്കുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ബോർഡ് അഭിപ്രായത്തിൽ അൻസലോട്ടി കുറച്ചുകൂടി ആ ഒരു ഏരിയ ടൈറ്റൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ ഒരു ഡിസ്ട്രോയർ റോൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു പ്ലെയറിനായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു വാൽവർദയും ചുവമേനിയും അവർ രണ്ടുപേരും കൂടെയാണ് ആ റോൾ കൈകാര്യം ചെയ്യുന്നത്. അവരെങ്ങനെങ്കിലും ബോള് എതിർ ടീമിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക, എന്നിട്ട് ബെല്ലിംഗാമിനെ പോലെ അല്ലെങ്കിൽ സെബയോസിനെ പോലെയുള്ള പ്ലെയേഴ്സിന് പാസ് ചെയ്തിട്ട് അവരിൽ നിന്ന് ഒരു അറ്റാക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. അല്ലാതെ ചുവമേനിയോ വാൽവർദയോ നമുക്ക് മറ്റു റോളുകൾ കൊടുത്തിട്ടില്ല. അവരോട് നമ്മൾ മുന്നോട്ട് കയറി പോകാനോ, വാൽവർദയോ ഒക്കെ ചുവമേനിയോട് നമ്മൾ മുന്നോട്ട് കയറി പോകാൻ പറഞ്ഞിട്ടില്ല. പുള്ളി ഡിഫൻസിനോട് ചേർന്ന് ആ ഒരു കവറായിട്ട് ഒരു ഷീൽഡായിട്ട് നിൽക്കുകയാണ് പതിവ്. നമ്മളിപ്പം ബെല്ലിംഗാമിനെ പോലുള്ള പ്ലെയേഴ്സ് നമുക്കുണ്ട്, ക്രിയേറ്റിവിറ്റിയുടെ ഉസ്താദാണ്. പുള്ളിക്ക് കൊടുക്കുക പന്താണെങ്കിൽ, അല്ലെങ്കിൽ എംബാപ്പയെ പോലുള്ള പ്ലെയേഴ്സിനെ കൊടുത്താൽ അവരാണെങ്കിൽ നല്ല സ്പീഡുള്ള പ്ലെയേഴ്സ് അവർ ഓടി കയറി ഗോൾ അടിച്ചോളും. നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു മിഡ്ഫീൽഡിൽ ഇപ്പൊ ഒരു ബാലൻസ് ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്യുന്നത് ബെല്ലിംഗാമിന്റെ ഒരു ആബ്സൻസ്. പുള്ളി ഇഞ്ചുറി ആയി പോയത് ടീമിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. പുള്ളിയിൽ നമ്മളൊരു കൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സെബയോസിനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് റിപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പുള്ളിയെ. ബെല്ലിംഗാം മിക്കവാറും ഈ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അതോടെ നമ്മുടെ ടീം സെറ്റ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ടീം ഒന്ന്
സെറ്റ് കുറച്ച് ടയർഡ് ആണെന്ന് തോന്നുന്നു പ്ലേയേഴ്സ് എല്ലാം. അതെ, ഒരു ഇത്രയും ലോങ് ലോങ് സീസൺ ആയിരുന്നു. അതെ അതെ. അപ്പോ കഴിഞ്ഞ ഞാന് സീസൺ കഴിഞ്ഞ ആ, സീസണിലാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മാച്ചസ് കളിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇപ്പം യൂറോയും കോപ്പയും ഒക്കെ കഴിഞ്ഞു. പ്ലേയേഴ്സിന് റെസ്റ്റ് എടുക്കാൻ ഒരു ടൈം കിട്ടിയിട്ടില്ല. അത് പ്രശ്നമാണ്. അതെ, ഞാൻ മെൻഡിനെ പറ്റിയിട്ട് ഒന്ന് ചോദിക്കാനുണ്ട്. ഇപ്പോ പുള്ളി എസ്പെഷ്യലി ചില മത്സരങ്ങളിൽ പുള്ളിയുടെ ഒരു 1-on-1 സിറ്റുവേഷൻ വരുന്ന സമയത്ത് കുറച്ച് പ്രോബ്ലമാറ്റിക് പോലെ തോന്നുന്നുണ്ട്. അത് പുള്ളി ഒരു ടെംപ്ലിമെന്റിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ടീമിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നതിന്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല. ഇപ്പൊ ലെഫ്റ്റ് വിങ്ങില് വേറെ എന്തൊക്കെയാണ് ഓപ്ഷൻസ് അവൈലബിൾ ഉള്ളത്? സപ്പോസ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കാൻ കാർലോ ആൻസലോട്ടിക്ക് ഫ്രാങ്ക് ഗാർഷിയെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്നാണ് ഒരു ന്യൂസ് കേട്ടത്. മെൻഡിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. വിനീഷ്യസ് പലപ്പോഴും ആ വിങ്ങിൽ ഒറ്റപ്പെട്ട് പോകുന്നുണ്ട്. ഫ്രാങ്ക് ഗാർഷിയ വരുന്നതോടെ പുള്ളിയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കയറി വിനീഷ്യസിന് ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെ നമ്മുടെ ടീമിന് ഒരു ബാലൻസ് കൊടുക്കുന്നുണ്ട്. മെൻഡി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു സെന്റർ ബാക്ക്, ഒരു ലെഫ്റ്റ് ബാക്ക് ഹൈബ്രിഡ് ഒരു പ്ലെയറാണ്. പുള്ളിക്കാണെങ്കിൽ അങ്ങോട്ട് കയറി കളിക്കാനുള്ള ഒരു ആട്രിബ്യൂട്ട് ഇല്ല. പുള്ളി എനിക്ക് തോന്നുന്നു സെന്റർ ബാക്ക് ഇട്ടാൽ പോലും ഇതിലും ഭേദമായിട്ട് പുള്ളിക്ക് കളിക്കാൻ പറ്റും. നല്ല രീതിയിൽ ഡിഫൻസീവ് വർക്ക് റേറ്റ് എടുക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള എബിലിറ്റി ഉണ്ട്. ടാക്ലിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസീവ് ലെഫ്റ്റ് ബാക്ക് മെൻഡി ആയിരിക്കാം. നമ്മൾ പുള്ളിയെ കുറച്ച് കാണുന്നില്ല, പക്ഷെ നമ്മുടെ ടീമിന് ഇപ്പൊ ആവശ്യം മെൻഡി ആണോ എന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക്, ഒരു ഡേവിസിനെ പോലെ, ഒരു റോബർട്ട്സിനെ പോലെ ഒരു പ്ലെയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ടീമിനാണെങ്കിൽ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വിനീഷ്യസുമായിട്ട് കമ്പൈൻ ചെയ്ത് ആ ലെഫ്റ്റ് വിങ് നമുക്ക് പൊളിച്ചടുക്കാം. മെൻഡി പലപ്പോഴും അത് നമ്മളെ പിന്നോട്ടടിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പല റയൽ മാഡ്രിഡ് ഫാൻസും പറയുന്നത് മെൻഡിയെ മാറ്റി പുതിയൊരു പ്ലെയറിനെ കൊണ്ടുവരണം. അല്ല മെൻഡി മോശമായതുകൊണ്ടല്ല, പുള്ളിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ നമ്മുടെ ടീമിന് ആവശ്യം പുള്ളിയെ പോലെ പ്ലെയർ അല്ല. അതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ റിവൈവൽ ബാഴ്സ ഹാൻസി ഫ്ലിക്കിനെ കൊണ്ടുവന്നു. ഒരു ഇനീഷ്യൽ ബൗൺസ് ഒക്കെ കാണുന്നുണ്ട്. അവരിപ്പോ എല്ലാ മത്സരവും ജയിച്ച് ടോപ്പിൽ നിൽക്കുകയാണ്. പക്ഷെ ഇത് ആകെ 4 മാച്ച് മാത്രമേ കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ സീസൺ മുമ്പിലുണ്ട്. ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഈ സീസണിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ബാഴ്സ കുറച്ച് കഴിഞ്ഞാൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നതാണോ ബ്രോയുടെ ഒരു ഓപ്പോസിഷൻ സൈഡ് നോക്കുമ്പോൾ തോന്നുന്നത്? അങ്ങനെ ഡ്രോപ്പ് ചെയ്യരുതെന്നാണ് എനിക്ക് ആഗ്രഹം. നമ്മൾ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വേണം. ലാ ലീഗ ഒരു കണ്ടൽ ലീഗ് ആക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. ബാഴ്സലോണയും വേണം. ബാഴ്സലോണ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഫോഴ്സ് നിൽക്കുന്നത്. ഞങ്ങൾക്കൊരു എന്താ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയുടെ പ്രസൻസ്. അല്ലെങ്കിൽ നമുക്ക് എന്താ, നമ്മൾ സ്ഥിരമായിട്ട് ജയിക്കുന്നു, അടിക്കുന്നു, നമ്മളങ്ങ് മടുത്തു പോകും ഫുട്ബോൾ. ഇപ്പൊ ബാഴ്സലോണ ഒരു ഫാക്ടർ അവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാനുള്ള ഒരു ആഗ്രഹം കൂടുതലാണ്. ബാഴ്സലോണയെ തോപ്പിക്കണം, ബാഴ്സലോണയെക്കാളും ടൈറ്റിൽ അടിക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ട്. ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. ഒരു റയൽ മാഡ്രിഡ് ഫാൻ എന്നല്ല പറഞ്ഞോട്ടെ, അവരാണെങ്കിൽ അവരുടെ ആ ഒരു പതനം ശരിക്കും അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അവരാണെങ്കിൽ എത്ര സ്ട്രോങ് ആയിട്ട് നിന്നത്. ഒരു 5 വർഷം മുമ്പ് വരെ ബാഴ്സലോണ എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ശരിക്കും പേടിക്കുമായിരുന്നു. ബാഴ്സലോണയുടെ ഒരു കളി വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ടെൻഷനാണ്. ഇപ്പം അങ്ങനൊന്നുമില്ല. ആ ഒരു ഫിയർ ഫാക്ടർ ഒക്കെ നഷ്ടപ്പെട്ടു. അവർ തിരിച്ചു വരണമെന്നാണ് ആഗ്രഹം. ഹാൻസി ഫ്ലിക്കിനെ കൊണ്ട് അത് പറ്റുമെങ്കിൽ അത് നല്ല കാര്യം. പിന്നെ അവരുടെ കളി കാണാൻ നല്ല രസമാണ്. പക്ഷെ അത് ഫിസിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആണ്. ബാഴ്സലോണയ്ക്ക് ഒന്നാമതേ സ്ക്വാഡ് ഡെപ്ത് എന്നൊരു സംഭവം ഇല്ല. അപ്പൊ ഒരു മെയിൻ പ്ലെയർ, ഒരു കുണ്ടയോ അല്ലെങ്കിൽ ലമായോ അങ്ങനെ ഒരു പ്ലെയർ ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ അത് ബാഴ്സലോണ സിസ്റ്റത്തെ ശരിക്കും ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് യമാലിന്റെ ഒക്കെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട് ത്രീയിൽ അങ്ങനെ അത്രയും ക്രിയേറ്റീവായ പ്ലെയേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾമോ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിയുടെ കളി ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഏത് നിമിഷവും ഇഞ്ചുറി പറ്റി പോകാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് പ്ലെയർ. ഭയങ്കര ഒരു ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ പ്ലെയറിനെ പോലെ. നമുക്ക് ഈ റീസ് ജെയിംസിന്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ പുള്ളിയുടെ അവൈലബിലിറ്റി ഒരു പ്രശ്നം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു മെയിൻ പ്ലെയറിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ബാഴ്സലോണ ശരിക്കും സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ബാഴ്സലോണയുടെ ഒരു രീതി വെച്ച് ഇഞ്ചുറി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ഫ്ലിക്കിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആണ്. ഞാൻ കണ്ടതാ. പ്രത്യേകിച്ച് ബാഴ്സലോണയുടെ മുഴുവൻ മാച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എന്റർടൈനിങ് ആണ് സംഭവം. കിടിലൻ കളിയാ കാണാൻ. നമ്മൾ ഒരു വല്ലാത്തൊരു ജാതി അഴകാ ആ കളി കാണാനായിട്ട്. പക്ഷെ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. എനിക്ക് തോന്നുന്നില്ല ബാഴ്സലോണയ്ക്ക് ഇത്തവണ ടൈറ്റിലുകൾക്ക് ഇങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്ന്. ഇതൊരു തുടക്കത്തിലെ ഒരു ബൗൺസ് ആയിട്ട് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ ബ്രോ, അപ്പോ അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇപ്പോ അൻസലോട്ടി കഴിഞ്ഞ സീസണിൽ പോവും, ബ്രസീലിന്റെ കോച്ചായിട്ട് പോകുന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ പുള്ളിനെ കൺവിൻസ് ചെയ്തു, 1 വർഷം എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ഈ സീസണും കൂടെ പുള്ളി ഉണ്ട്. എന്താണ് ഒരു ലോങ് ടേം കോൺട്രാക്ട് ഒക്കെ പുള്ളിക്ക് കൊടുക്കാൻ എന്താണ് റെയിലിന്റെ ഒരു മടി? പുള്ളി അല്ലെങ്കിൽ പുള്ളി പോകുന്നു പറഞ്ഞു, പക്ഷെ പുള്ളിനെ കൺവിൻസ് ചെയ്ത് 1 വർഷം കൂടി നിപ്പിച്ചു. എന്താണ് ബ്രോയുടെ അഭിപ്രായം? ബ്രോ, ഞാൻ അറിഞ്ഞിടത്തോളം ആൻസലോട്ടി ആണെങ്കിൽ ഉടനെ തന്നെ ഈ മാനേജറിയൽ കളിയിൽ നിന്ന് റിട്ടയർ ചെയ്യുമെന്നാണ് കേട്ടത്. ഒരു 2-3 വർഷത്തിനുള്ളിൽ പുള്ളിക്കാണെങ്കിൽ ഈ പണി നിർത്താൻ വേണ്ടിയാ താല്പര്യം തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ 70 വയസ്സായി, പ്രായമുള്ള മനുഷ്യനില്ലേ. നമ്മള് അതോടെ മനസ്സിലാക്കണം. എന്നും പുള്ളി എങ്ങനെ ഇതുപോലെ തന്നെ കാണാൻ പറ്റണമെന്ന് നമ്മൾ നിർബന്ധിക്കുന്നത് ശരിയല്ല.
അപ്പം നമ്മൾ മൂവ് ഓൺ ചെയ്യുക. നെക്സ്റ്റ് മാനേജർ ആരായിരിക്കും എന്ന് അറിയാൻ എനിക്ക് നല്ലൊരു താല്പര്യമുണ്ട്. എനിക്ക് ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിംഗ് മാനേജർ വന്നാൽ കുറച്ചുകൂടി ആഗ്രഹമായിരിക്കും. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ യൂർഗൻ ക്ലോപ്പിനെ പോലെ ഒരു മാനേജറിനെ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പുള്ളി ആഗ്രഹിച്ച ഒരുപാട് പ്ലേയേഴ്സ്, എംബാപ്പയും ബെല്ലിങ്ങമും ചുവമേനിയും ഒക്കെ നമ്മുടെ ടീമിലുണ്ട്. അപ്പം പുള്ളിക്ക് നല്ല രീതിയിൽ ആ ടീമിനെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. മാത്രമല്ല ഇത്രയും ഹൈ ഈഗോസിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതുപോലത്തെ ക്വാളിറ്റി ഉള്ള ഒരു മാനേജർ വേണം. ക്ലോപ്പിനാണെങ്കിൽ അതിന്റെ ഇഷ്ടം പോലെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ക്ലോപ്പിനെ പോലെ ഒരു മാനേജർ വന്നു കഴിഞ്ഞാൽ ശരിക്കും വേൾഡ് ഡൊമിനേഷൻ വേറെ ടീമുകൾക്കൊന്നും ഒരു സാധ്യതയില്ല. ചിലപ്പോൾ അടുപ്പിച്ച് ഒരു 3-4 ചാമ്പ്യൻസ് ലീഗോ ലാലിഗയോ ഒക്കെ അടിക്കാനുള്ള ആ ഒരു ടീമുണ്ട് നമുക്ക്. അപ്പം കാർലോ ആഞ്ചലോട്ടി പോകണം എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ആഞ്ചലോട്ടി ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡും ആ ഒരു മാനേജ്മെന്റും ഒക്കെ ഇംപ്രസീവ് ആണ്. പക്ഷെ പുള്ളിക്ക് പ്രായമായി, പുള്ളി ഒന്ന് മൂവ് ഓൺ ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഓക്കെ ബ്രോ, അപ്പോ നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. നമുക്ക് എന്തായാലും കുറച്ച് മത്സരം കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി കാണാം. അപ്പൊ ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി. ഓക്കെ. ഓക്കെ, ടേക്ക് കെയർ. ബൈ ബൈ.